നമ്മളൊരു പുഡിംഗ് ഉണ്ടാക്കാൻ പോവേണേ. അതിന് വേണ്ട സാധനങ്ങളാണ് ഈ പൊരി ഉണ്ടല്ലോ, ഈ പൊരിയ നല്ലപോലെ കഴുകി ഉണക്കിയ പൊരിയാണ്. അതിനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രം. പിന്നെ അതിലേക്ക് വേണ്ടി കുറച്ച് അരിപ്പൊടി വേണം, അതായിരിക്കുന്നുണ്ട്. ശർക്കര ഇരിക്കുന്നുണ്ട്, ശർക്കരയാണ്. പിന്നെ നെയ്യുണ്ട്, കപ്പലണ്ടി, മുന്തിരിങ്ങയും ഈന്തപ്പഴവും ബദാമുമാണ്. പിന്നെ തേങ്ങാപ്പാൽ. ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഞാനിത് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്ന ഇത് ഞാൻ ശർക്കര ഇതിനകത്തോട്ട് ഇട്ട് കുറച്ച് അരിപ്പൊടി, ഒരുപാട് വേണ്ട, കുറച്ച് അരിപ്പൊടി. അത് ഞാനതിനെ നല്ലതായിട്ട് ശർക്കരയും ഈ പൊരിയുടെ പൊടിയും അരിപ്പൊടിയും കൂടി നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് തിരുമിയെടുക്കണേ. കൈ കൊണ്ട് തിരുമി ചേർത്ത് വെച്ച് ഇതിലേക്ക് ഞാൻ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറച്ച് നെയ്യും കൂടി ചേർക്കണേ. ചേർത്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടി തേങ്ങാപ്പാലൂടി വേണ്ടി വരും. എല്ലാം ആക്കി അടുപ്പിൽ വെച്ചേക്കാണ്. ഇനി ഇതിനെ അടച്ച് വയ്ക്കണം. എല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞു. നെയ്യുണ്ട് ഇതിനകത്ത്, എല്ലാം മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പില്ല, ഇത് കപ്പലണ്ടി, ബദാം, ഈന്തപ്പഴം, ഇത്രയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് പുഡിംഗ് ആയതിന് ശേഷം കാണിക്കാം. എല്ലാം റെഡിയായി. ഇത് നമുക്ക് കഷ്ണമാക്കിയാൽ മതി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ. പൊരിയാണ് ഇത്. പൊരി കൊണ്ടുള്ള ഒരു 2 സ്പൂൺ അരി മാത്രമേ കഴിക്കുള്ളൂ. പിള്ളേർക്കൊക്കെ കഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ്. ചൂടാറിയിട്ടില്ല. എല്ലാവരും കണ്ട